സ്ത്രീ ധനമാണെന്ന് പറയുമ്പോഴും സ്ത്രീക്ക് പുരുഷനൊപ്പം പ്രാധാന്യം നൽകണമെന്ന് പറയുമ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് അതല്ലെങ്കിൽ വനിതകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൽ പെൺ ഭ്രൂണഹത്യ വർദ്ധിച്ചു വരുന്ന ഒന്നാണ്. പെൺകുട്ടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ചില കുടുംബങ്ങൾക്കെങ്കിലും ആശങ്കയാണ്. ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിൽ പെൺകുട്ടികൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര പദ്ധതിയായ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നടപ്പാക്കുവാൻ നിർദ്ദേശം വന്നിരിക്കുകയാണ്. സ്ത്രീകളുടെ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടി ജനിച്ചാൽ 6000 രൂപ നൽകുന്നതാണ് പദ്ധതി. രാജ്യത്തെ പെൺകുട്ടികളുടെ ജനനം കുറയുന്നത് പരിഹരിക്കുവാൻ കേന്ദ്രം പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന ശിശു വികസന ഡയറക്ടറുടെ കാര്യാലയമാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ ജീവനക്കാർ, സമാനമായ മറ്റ് പ്രസവ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നവർ ഒഴികെയുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭ്യമാകും. കേരളത്തിൽ 2015-16 വർഷത്തെ സർവേയിൽ 1000 ആൺകുട്ടികൾക്ക് 1047 പെൺകുട്ടികൾ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ സർവേ പ്രകാരം 1000 ആൺകുട്ടികൾക്ക് 951 പെൺകുട്ടികൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. പിന്നീട് നടത്തിയ സർവേയിലൊന്നും ഇതിൽ കാര്യമായ മാറ്റങ്ങൾ വരാത്ത സാഹചര്യത്തിലാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുവാൻ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ പെൺകുട്ടികൾ കുറയുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നത് വഴി പെൺകുട്ടികളുടെ ജനനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ചെറുതായെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ പദ്ധതികൾ നടപ്പിലാക്കിയും പണം കൊടുത്തുമാണോ പെൺകുട്ടികളെ ഭ്രൂണഹത്യയിൽ നിന്ന് രക്ഷിക്കേണ്ടത്? ഇനിയെങ്കിലും നമ്മൾ അറിയേണ്ടതുണ്ട്, അതല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പെൺകുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന കാര്യം.